ഗൈസ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് എന്ന് പറയുന്നത് ഈവനിങ് പോത്തുവിടലാണ് ഗൈസ്. അപ്പോൾ 2 കുട്ടീസ് വന്നിട്ടുണ്ട് ചെക്കനെ കളിപ്പിക്കാൻ. അപ്പോൾ നമ്മുടെ പോത്തുക്കുട്ടന്മാരിൻ്റെ ഒരു മേല് കഴിഞ്ഞു കേട്ടോ. അപ്പോൾ സമയം 5:30 ഞാൻ ഇന്നും വരാൻ വൈകി, കാരണം വീട്ടിൽ കുറച്ച് കുക്കിംഗ് പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവരെ കണ്ടപ്പോൾ ഒരുത്തന്നെ അവിടെ കയറുന്നു, ബാക്കി 2 ആൾ അപ്പുറത്ത് നിന്ന് മെയ്യുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളുടെ പോത്തുക്കുട്ടന്മാർ അവിടെ മെയ്യുന്നുണ്ട്. ഞാൻ ഇന്ന് കുറച്ച് ലേറ്റായി, നമുക്ക് കുറച്ച് നൂലപ്പും ചിക്കൻ കറിയും വെക്കാനുണ്ടായിരുന്നു. അപ്പം ഇന്ന് വൈകി നൈറ്റിലേക്കുള്ള ഫുഡ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഗൈസ് ഇവരിവിടെ മീനുണ്ട്. അവൻ കളിക്കുന്നൊന്ന് നോക്കണതാ, ഇറങ്ങി ഒരാൾ ഫീൽഡിലേക്ക് ഇറങ്ങി, വേറൊരാൾ മെയ്യുക. ഇവർ മേയട്ടെ ഗൈസ്, മിക്കുശി കളിക്കുകയാണ്. അപ്പം നമ്മുടെ പോത്ത് മെയ്യുന്ന നോക്കി നിൽക്കുന്നുണ്ട്. ഞാനതിൽ പറയുന്നതിൻ്റെ വോയിസ് ക്ലിയർ ആവുന്നില്ല, കേൾക്കുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ ഇടുന്നത്. അപ്പോൾ ഇവർ മെയിൻമ്പോൾ ഇവൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ പോയി നിൽക്കും. കാരണം ഇവർക്ക് നമ്മളെ നല്ല പരിചയമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ കുത്തൊന്നും ചെയ്യില്ല, നമ്മൾ വിളിച്ചാൽ വേഗം വരികയും ചെയ്യും. അപ്പോൾ ഇടയ്ക്കൊക്കെ നമ്മൾ പോയി അവൻ്റെ തലയിലും ചെവിൻ്റെ ഇവിടെയൊക്കെ തലോടി കൊടുത്താൽ നല്ലതാണ്. അപ്പം ഞാൻ പോത്തിൻ്റെ വയറ് തൊട്ട് പറയാണ്, അവൻ്റെ വയറ് കുറച്ചും കൂടെ നിറയാനുണ്ടെന്ന്. പിന്നെ ഈ സമയത്ത് ഭയങ്കര കൊതുക് പൊടിയാണ് കേട്ടോ ഗൈസ് ഇവിടെ. അപ്പോൾ നമ്മൾ പോത്തിനെ അപ്പുറത്തെ സൈഡ് വിടാൻ പോവാണ്, അങ്ങോട്ട് പോവാണ് ഗൈസ്. അപ്പോൾ ഞാൻ അപ്പൂൻ്റെ അടുത്ത് അപ്പുറത്തോടെ ആട്ടിയിട്ട് പോകാൻ, ഞാൻ ഇപ്പുറത്തോടെ വരാൻ പറയുകയാണ്. കാരണം നമ്മൾ 2 സൈഡും ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് അവരിനെ പാടത്തേക്ക് ഇറങ്ങാണ്ട് നോക്കാൻ പറ്റുള്ളൂ. നമ്മളൊരു സൈഡ് നാട്ടിയിട്ട് വരുമ്പോഴേക്കും അവർ ഒറ്റ ഓട്ടം ഓടും, നമുക്ക് അവൻ്റെ ഒപ്പം ഓടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം അവർ അത്ര പറക്കും. പിന്നെ നമുക്ക് പിടിച്ച് വലിച്ചാലും കിട്ടില്ല, മൂക്കയറൊന്നും ഇടാത്തതുകൊണ്ട്. അപ്പോൾ പോത്ത് ഫ്രണ്ടിൽ നമ്മൾ ബാക്കിൽ പോയി, കാരണം താഴത്തെ പാടത്തിറങ്ങാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ ഒറ്റ ഓട്ടം ഓടി അതിൻ്റെ മുന്നിൽ കയറി നിന്നു. കാരണം നമ്മൾ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് വടി കൊണ്ട് അവർ ഇങ്ങോട്ട് ആട്ടിയാലാണ് അവർ പാടത്തേക്ക് ഇറങ്ങാണ്ടിരിക്കുകയുള്ളൂ. അല്ലെങ്കിൽ ഒറ്റ ഓട്ടണ വഴി കാണുന്നുണ്ട്, അതിൽ കൂടെ ഓടും. ഇവിടെ കുറച്ച് മേയാനുണ്ട്, അപ്പോൾ നമ്മൾ വടിയും കൊണ്ട് ഇവിടെ നിന്ന് ഈ ഭാഗത്ത് തന്നെ ഒരു ഫുൾ മീൻ വേറെ നിറയ്ക്കും. പക്ഷേ ഇവിടെയും കൊണ്ടൊന്ന് മേയിച്ചിട്ട് വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. ഇവിടെ ഒന്ന് മേഞ്ഞ് കഴിഞ്ഞിട്ട് നമുക്ക് ആട്ടാം. അവിടെ നിന്നൊന്നും കലക്കി വെച്ചിട്ടില്ല, ഇനിയിപ്പോൾ വീട്ടിൽ പോയി ഇവരെ കെട്ടിയിട്ടിട്ട് നമുക്ക് കലക്കാം. ഇതില്ല, നേരെ താഴെ കുളവും അങ്ങോട്ട് ഇറങ്ങി. ഇനിയിപ്പോൾ 2 ദിവസം നമ്മൾ ആ പഞ്ചയും പാടത്തിൻ്റെ തൊട്ടടുത്ത് നിറയെ മേയാനുള്ളതുകൊണ്ട് അങ്ങോട്ട് വിട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ കാണാത്തവരൊന്ന് കയറി നോക്കണേ. അപ്പോൾ ഇന്ന് നമ്മൾ ഇവിടം വരെ മേയ്ക്കുന്നുള്ളൂ. ഓൾറെഡി നമ്മുടെ അപ്പുറത്തെ സൈഡ് തോടിൻ്റെ അവിടെ മേയിച്ചിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അപ്പോൾ ഗൈസ് ഇവർ മേയട്ടെ, നമുക്ക് ഇവർ മേഞ്ഞിട്ട് അങ്ങനെ വീട്ടിലേക്ക് ആട്ടിയിട്ട് പോകാം. അപ്പോൾ തന്നെ സമയം 5:45. ഇന്നും നമ്മൾ കൂടുതൽ സമയം മേയാൻ പറ്റിയിട്ടുണ്ട്. 3 മണിക്ക് വിട്ടതാണ് വരും. അപ്പോൾ ഞാൻ വരാൻ വൈകിയെന്ന് മാത്രം. നമുക്ക് ഒരു ആട്ടിക്കൊണ്ട് വെള്ളമൊക്കെ കൊടുത്ത് നമുക്ക് സെറ്റ് ചെയ്യണം. നമ്മൾ വിചാരിക്കുന്നുണ്ട് വൈക്കോലിടുന്നതും വെള്ളം കൊടുക്കുന്ന വീഡിയോസൊക്കെ എടുക്കണമെന്ന്, പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ട് പറ്റുന്നില്ല. നെക്സ്റ്റ് എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പോത്ത് ജീവിതത്തിൻ്റെ പോത്ത് മേക്കൽ മാത്രമാണ് കാണിക്കുന്നത്. ഇനി ഇവർ കുറച്ചും കൂടെ വലുതാവുമ്പോൾ നമ്മൾ അതിൻ്റെയൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കാം. അത്രയേ ഉള്ളൂ മേച്ചിൽ, കണ്ടില്ലേ. പിന്നെ മേലൊക്കെ ഭയങ്കര കുറവാണ്. ഇവനാണ് കില്ലാടി രാജ. അവൻ ആദ്യം വരും, കണ്ട നമ്മളെ കണ്ടപ്പോൾ അവൻ തിരിഞ്ഞ് മേഞ്ഞു. നമ്മളിവിടെ ഇല്ലയെന്നുണ്ടെങ്കിൽ നേരെ താഴത്തേക്ക് ഒറ്റ ഓട്ടം ഓടും. ഇന്ന് പിന്നെ മിക്കൂസിന് എടുക്കാൻ പിള്ളേരുള്ളത് കൊണ്ട് നമുക്ക് ഇങ്ങനെ പറയുന്ന വീഡിയോ എടുക്കാൻ പറ്റും. അവരവിടെ കണ്ടം പൂട്ടുന്നുണ്ട്, അപ്പോൾ ഒരു ഫാക്ടറി കാണിച്ചു കൊടുക്കണം. മിക്കൂസിന് ഫാക്ടറി ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. ഇതാണ് ഞങ്ങളുടെ ഗുണ്ടു. ഈ പോത്തിൻ്റെ പേരാണ് ഞങ്ങളുടെ ഗുണ്ടപ്പൻ. അവൻ്റെ പേര്, അവൻ്റെ പുറത്ത് ചെമ്പൻ നിറമാണ്. അതുകൊണ്ട് ഞങ്ങൾ അവനെ വില്ലൻ പറയില്ല, ഞാൻ അവന് ചെമ്പന്ന പേര്. പിന്നെ ഇയാൾക്ക് അങ്ങനെ പേരൊന്നുമില്ല. ഇവനെ ഞങ്ങൾ നടുക്കണ്ടെന്നാണ് പറയുക, കാരണം ഇവർ 2 ആളുടെ ഇടയിൽ പെട്ടതാണ് അവൻ. ഇവനൊരു കുത്തുണ്ട് കേട്ടോ ഗൈസ്. നമ്മൾ രാവിലെ കയർ കഴിച്ച് പിന്നെ ചുറ്റി വിടുമ്പോൾ അവൻ കയർ അഴിക്കാൻ മുമ്പ് തന്നെ നമ്മുടെ ബാക്കിൽ വന്ന് ഒരേ കുത്തലായിരിക്കും. ഇവൻ ഇത്തിരി രക്ഷകമാണ്, അവനും അതുപോലെ കുത്തും. പക്ഷെ ഇവനില്ലേ നമ്മുടെ ഗുണ്ടൻ, അവൻ ഭയങ്കര സ്നേഹമുള്ളവനാണ്. ഇവന് നമ്മൾ തല്ലി അടിക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അടുത്ത് വരില്ല. പിന്നെ നമ്മൾ കുറേ നേരം തലോടിയൊക്കെ കൊടുത്തു കഴിഞ്ഞാലാണ് പിന്നെ നമ്മുടെ അടുത്ത് വരുള്ളൂ. താഴത്തേക്കുള്ള പോക്കായിരിക്കും. അങ്ങനെ എനിക്ക് ഈ പോത്തുകൂട്ടന്മാരിൽ ഇഷ്ടപ്പെട്ടതാണ് ഗുണ്ടൻ. കാര്യം അവൻ കാണാനും ഗുണ്ടനാണ്, അതുപോലെ പാവമാണ്. ഇത് 2 ആളും കുറച്ച് വില്ലന്മാരാണ്. നോക്കുന്നു അപ്പുറത്തേക്ക് പോകാനുള്ള സെറ്റപ്പിൽ വെക്കുകയാണ്. ഒരു അടി ദിവസം നമ്മൾ അധികം തല്ലൊന്നുമില്ല. ഇതിവരെ കാണിച്ചാലും ഇവർ തിരിഞ്ഞു ഓടുള്ളൂ, അതിനാണ് കഴിച്ചത്. അപ്പോൾ നമുക്ക് ഇവരെ മേച്ച് വീട്ടിൽ കൊണ്ടുപോയി കെട്ടിയിടാം.
അപ്പോൾ നമ്മൾ വെള്ളം കൊടുക്കുന്നതൊക്കെ നമ്മൾ എല്ലാ വീഡിയോയിലും ഞാൻ പറയുന്നുണ്ട്. അതെന്തായാലും നമ്മളൊരു വ്ളോഗായിട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നെക്സ്റ്റ് ഒരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ.